ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളുള്ളൂ. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് 12 മണിക്ക് ശേഷമുള്ള ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തും, രണ്ടാമത്തേന്ന് പറയുന്നത് ബാറ്ററി ഹെൽത്ത് ഒരുപാട് കൂടുതലുള്ള ഒരു ഹെഡ്ഫോണോ ഹെഡ്സെറ്റോ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ കൂടെ നല്ലൊരു ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടിയാലോ. അപ്പം അത്തരത്തിൽ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബോൾട്ട് ആസ്ട്ര നിയോ എന്നാണ് ഈ ഒരു ഇയർബഡിന്റെ പേര്. അപ്പോൾ ഇതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓൾറെഡി പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഏതൊരു പ്രൊഡക്റ്റ് കിട്ടിയാലും അൺബോക്സിന് വേണ്ടിയൊന്നും വീഡിയോസ് എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാറില്ല. കൈ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ച് യൂസ് ചെയ്യാറാണ് പതിവ്. ഏകദേശം 1-2 ആഴ്ചയുടെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാം. ബോക്സ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ 15 മാസത്തേക്കുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിന് 15 മാസത്തേക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒരു USB കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 എക്സ്ട്രാ ഇയർ ടിപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ബോക്സിലെ ഇയർ ടിപ്സും കൂടി കൂട്ടി ടോട്ടൽ 3 ഇയർ ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു 100 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ള ഒരു കാർഡും അവൈലബിൾ ആണ്. ഇതിലും ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റർ ചെയ്ത് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പർച്ചേസിൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ താഴെ നമുക്ക് ഇയർബഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഇയർബഡിന്റെ കേസിനെ പറ്റി നോക്കാം. ഈ ഒരു കേസ് എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളാണ് ബോൾട്ട് ഈ ഒരു കേസിന് കൊടുത്തേക്കുന്നത്. ആര് കണ്ടാലും ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുന്ന ഒരു ഡിസൈൻ. പക്ഷേ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന പറയുന്നത് PS5 ആയിട്ടാണ്. ജസ്റ്റ് ഒരു PS5 കാര്യങ്ങളൊക്കെ കിടത്തി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ബ്ലാക്ക് വേരിയന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇതിന്റെ ഒരു വൈറ്റ് കളർ കാര്യങ്ങളുണ്ട്. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട് ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി ഈ ഒരു കേസിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഹെവി ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഈ ഒരു പ്രൊഡക്റ്റിന് പറയാനില്ല. പക്ഷേ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് വളരെ ചെറുതായിട്ട് ബോൾട്ടിന്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട്, അതായത് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ നേരെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു LED ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ഈ ഒരു LED ലൈറ്റ് കാര്യങ്ങളൊക്കെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ഒരു 1-2 ദിവസം ഒന്നും എന്തിനാണ് ഈ ഒരു LED ലൈറ്റ് യൂസ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അന്ന് ജസ്റ്റ് ഒരു ഷോ പർപ്പസിന് വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കേസിന്റെ ബാറ്ററി പെർസെൻറ്റേജ് 30% താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു LED ബൾബ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ കേസ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു കേസിന്റെ അകത്ത് നമ്മുടെ ബഡ് കാര്യങ്ങളൊക്കെ ഏത് ഡിസൈനിലാണ് വന്നേക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആ ഒരു മാറ്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഫുള്ളി ബ്ലാക്ക്ഡ് ആയിട്ടല്ല ഈ ഒരു ഇയർപോഡ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേസിൽ കണ്ടേക്കുന്ന ആ ഒരു ഫ്ലൂറസെന്റ് LED കാര്യങ്ങളും ഈ ഒരു ബഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെ പറയാം, വലിയ ലോ ക്വാളിറ്റി എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 3-4 മണിക്കൂറൊക്കെ ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ വളരെ കംഫോർട്ടായിട്ട് ചെവിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബഡ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. 30mm ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ടച്ച് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അകത്ത് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ കണക്ടിവിറ്റിനെയും ബാറ്ററി കപ്പാസിറ്റിനെയും പറ്റി നമുക്ക് നോക്കാം. ബ്ലൂടൂത്തിന്റെ 5.4 വേർഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും ജസ്റ്റ് കേസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിനെ പറ്റിയാണ് നിങ്ങൾ മേടിച്ചിരിക്കുന്നതെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 70 hours പ്ലേ ബാക്ക് ടൈം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 10 minutes ആണ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 100 minutes വരെ യൂസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ബാറ്ററി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനൊരു മേടിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ ഞാൻ ചാർജ് ചെയ്യാനിട്ടത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അഡീഷണൽ സ്പെക് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഗെയിമിംഗ് മോഡ് അവൈലബിൾ ആണ്. അതായത് 40ms അൾട്രാ ലോ ലാറ്റൻസി ഗെയിമിംഗ് മോഡും ഉണ്ട്. അതുപോലെ തന്നെ ബൂമക്സ് ടെക്നോളജിയും ഈ ഒരു പ്രൊഡക്റ്റിന് അവൈലബിൾ ആണ്. ഗെയിമിംഗ് പർപ്പസിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോഴുള്ള നോയിസ് ക്യാൻസലേഷൻ അതിനു വേണ്ടിയായിട്ട് ENC ANC നോയിസ് ക്യാൻസലേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന
2 മൈക്ക് വെച്ച് ഒരു ഇയർബഡിൽ ടോട്ടൽ 4 മൈക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുന്നവർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ് ഇതിന്റെ ടച്ച് കൺട്രോൾ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ടച്ച് കൺട്രോൾ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ആ ഒരു സോങ് പൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്താൽ മതി. അത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം. ഇനി ആ ഒരു സോങ്ങിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ സാധിക്കും. ഇനി ആ ഒരു സോങ്ങിൽ നിന്ന് തിരിച്ച് പഴയ സോങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, പഴയ സോങ്ങിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം. ഇനി നിങ്ങൾക്ക് സൗണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 3 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ കൂട്ടാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ 3 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്താൽ മതി. ലെഫ്റ്റിലോ റൈറ്റിലോ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് കോള് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്താൽ മതി, കോള് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കോള് കാര്യങ്ങളൊക്കെ റിജക്ട് ചെയ്യാനാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോള് കാര്യങ്ങളൊക്കെ റിജക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഗെയിമിംഗ് മോഡ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ 4 ടാപ്പ് ചെയ്താൽ മതി, ഗെയിമിംഗ് മോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇത്രയധികം സ്പെസിഫിക്കേഷൻ ഉള്ള ഈ ഒരു ബഡ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1000 തൊട്ട് 1400 റുപ്പീസിന്റെ ഒക്കെ ഇടയിലാണ്. ലോഞ്ചിങ് ടൈമിന്റെ ഒരു സമയത്തൊക്കെ നമുക്ക് 1000 റുപ്പീസിന്റെ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ മേടിക്കായിരുന്നു. ഇപ്പൊ പ്രൈസ് കാര്യങ്ങളൊക്കെ ഒരു 1300 400 ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എക്സാക്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടച്ച് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഫിംഗർ വെച്ച് ടച്ച് ചെയ്താൽ മാത്രമല്ല വർക്കാവുന്നത്. നമ്മളിപ്പോൾ സോങ് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ പില്ലോയിൽ നമ്മൾ കിടക്കുകയാണെങ്കിലും പില്ലോയിൽ പ്രസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു സോങ് കാര്യങ്ങളൊക്കെ പൗസ് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും പ്ലേ കൊടുത്താൽ മാത്രമായിരിക്കും അതൊന്ന് പ്രോപ്പറായിട്ട് റണ്ണായി വരുള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ്.